ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 30-ാം വാക്യം. ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കുവരെ എത്തി. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിക്കുള്ള പ്രബോധനത്തിൽ പറയുക, സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വങ്ങൾ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണ് നമ്മൾ കരുതുന്നു. നേട്ടങ്ങൾ, ആത്മീയമായ നന്മകൾ നമ്മളിലേക്ക് വരാൻ നമ്മൾ കംഫർട്ടബിളായ സോണുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. എനിക്ക് നോവ് വരുന്നതൊന്നും എൻ്റെ ജീവിതത്തിന് പോറേൽക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു അകൽച്ച സ്വാഭാവികമായി നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. വേദന അത് വേണ്ട. അല്പം സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കാം. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കുവരെ എത്തി. അപ്പോൾ ക്രിസ്തു ശുശ്രൂഷ മരണാനുഭവങ്ങളിൽ കൊണ്ടെത്തിച്ചാലും അത് ക്രിസ്തു ശിഷ്യൻ ഓക്കെയാണ്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ക്രിസ്തു നൽകുന്നത് ഒരുപക്ഷെ മരണത്തിൻ്റെ മണമുള്ള അനുഭവങ്ങളാണെങ്കിലും അത് ക്രിസ്തു ശിഷ്യന് അത് സ്വാഭാവികമായ കാര്യമായി കാണണം. അതായത് അരുതാത്തൊരു സ്ഥലത്ത് പെട്ടുപോകുന്നതല്ല ഇത്, മറിച്ച് ക്രിസ്തു ശിഷ്യൻ്റെ സ്വാഭാവികമാണ് ഈ മരണാനുഭവങ്ങൾ. എനിക്ക് വേണ്ടിയുള്ള നിൻ്റെ ശുശ്രൂഷയിൽ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി. അപ്പോൾ അപകടം എന്നത് യാദൃച്ഛികമായിട്ടാണ് നമ്മൾ കാണുക. എന്നാൽ ഇതല്ല, സ്വന്തം ജീവൻ അപകടത്തിലാക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ, അതായത് ആത്മീയ ജീവിതത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവിതത്തിൽ അപകടങ്ങൾക്ക് സ്വാഗതമെന്ന് പറയുക. എൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ വന്നോട്ടെ, അത് ക്രിസ്തു ശിഷ്യൻ്റെ അത് നന്മയായി, അനുഗ്രഹമായി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്: നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ മരണാനുഭവങ്ങളും അസ്വാഭാവികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അതിനെ നന്മയായി കാണാനും അനിവാര്യതയായി കാണാനും നമുക്ക് സാധിക്കുമ്പോഴാണ് പൗലോസിനെ പോലെ നമ്മൾ തീഷ്ണപതികളായി, കൃപയുള്ളവരായി, ആത്മാവ് നിറഞ്ഞവരായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.